ഒരു ഗൂഢാലോചന സിദ്ധാന്തമുണ്ട്. കാണാതെ പോയ മലേഷ്യയുടെ MH370 എന്ന് പറയുന്ന വിമാനത്തിലൂടെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യം വഴി മൂന്നാമതൊരു രാജ്യത്തേക്ക് ഒരു രേഖ ഒളിച്ചു കടത്തുന്നു എന്നുള്ളതായിരുന്നു ആ ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ പിന്നിലുള്ള കാരണം. അതുകൊണ്ടാണ് മലേഷ്യയുടെ ആ വിമാനം തിരോധാനപ്പെട്ടത് എന്ന് പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട്. നമ്മളിവിടെ നോക്കുവാൻ വേണ്ടി പോകുന്നത് അതൊന്നുമല്ല, എങ്കിലും മുഖവുരയായിട്ടൊന്ന് പറഞ്ഞു വെച്ച് എന്ന് മാത്രം. നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തീരത്ത് നടക്കുന്ന കപ്പൽ അപകടങ്ങൾ ഒരു ചതിയാണോ എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ പഠിച്ചിട്ടും ഞാൻ കേട്ടിട്ടുമുള്ള കാര്യങ്ങളെ ക്രോഡീകരിച്ചിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതൊരു സാധാരണക്കാരൻ്റെ മനസ്സിൽ നിന്ന് നമുക്ക് തോന്നുന്ന കുറേ സംശയങ്ങളും അതിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷനുകളും അതിൻ്റെ നമ്മുടേതായുള്ള രീതിയിലുള്ള ആകുലതകളും ഒക്കെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് നോക്കുമ്പോഴത്തേക്കും MSC എൽസ എന്ന് പറയുന്ന കപ്പൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് അത് മുങ്ങുകയുണ്ടായി. എന്നാൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ആ ഒരു കപ്പലിനെ മുക്കിയതാണ് എന്നുള്ള രീതിയിലേക്ക്. എങ്കിലും കപ്പലിൽ പണി ചെയ്യുന്ന, അതായത് വിദഗ്ധരായിട്ടുള്ള കപ്പലിൻ്റെ ടെക്നിക്കൽ സൈഡുകൾ അറിയാവുന്ന കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഈ കപ്പൽ മുക്കിയതല്ല, അത് സ്വാഭാവികമായിട്ട് മുങ്ങിയതാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഘം മുക്കിയെന്നും ഒരു സംഘം തന്നെത്താനെ മുങ്ങിയതാണ് എന്നും പറയപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് ശരിക്കും ഇതിനകത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ആ ഒരു വലിയ കപ്പലിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെട്ടത് ഒരുപാട് വലിയ കണ്ടെയ്നറുകളായിരുന്നു. ആ വലിയ കണ്ടെയ്നറുകൾ നമ്മുടെ തീരത്ത് വന്നടിക്കുകയും അതിലുള്ള സാധനങ്ങൾ കടലിലൂടെ ഒഴുകി നടക്കുകയും അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് പോലും നമുക്കറിയാത്ത രീതിയിലേക്കും കാര്യങ്ങൾ വരികയും നമ്മൾ തീർച്ചയായിട്ടും ആകുലപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ മറ്റൊരു കപ്പൽ അവിടെ വന്നിരിക്കുന്നത്. അതായത് വാൻഹായ് എന്ന് പറയുന്ന ആ ഒരു കപ്പൽ സിംഗപ്പൂരിൻ്റെ ഒരു കപ്പലാണ്. അത് ചരക്കുമായിട്ട് വന്നിട്ട് കടലിൽ വെച്ച് തീ പിടിച്ചിരിക്കുകയാണ്. വലിയ തീയാണ്, ഇതുവരെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നൽകുന്ന വിവരങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ അവലോകനം ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നോക്കുമ്പോഴേക്കും ആദ്യം വന്ന MSC എൽസ എന്ന് പറയുന്ന ആ ഒരു കപ്പൽ താരതമ്യേന ഒരു പഴയ കപ്പലായിരുന്നു. അതായത് യുദ്ധം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറി ഇങ്ങോട്ടൊന്ന് ശാന്തമായിട്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വിധത്തിൽ ആദ്യം ചിന്തിക്കുന്നത്. കാരണം നമുക്ക് അങ്ങനെ ചിന്തിച്ചേ പറ്റത്തുള്ളൂ, രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് നമുക്ക് ചിന്തിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം കൊണ്ട് മുക്കിയതാണോ എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നുണ്ട്. യൂട്യൂബർ ആദ്യമേ ആ ഒരു കപ്പലിന് ചരിവുണ്ടെന്നുള്ളതും ആ ചരിവ് കൊണ്ടാണ് ഓടിയതെന്നും ഒക്കെ പറയുന്ന വീഡിയോകളുണ്ട്. എങ്കിലും അതിനെപ്പറ്റി ടെക്നിക്കൽ സൈഡിൽ അറിവുള്ളവർ വന്ന് പറയുന്ന വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരതിൽ പറയുന്നുണ്ട് ലോഡ് കയറ്റുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ചരിയും, അതിൻ്റെ ഹള്ളുകളിൽ വെള്ളം കയറ്റി അത് നേരെയാക്കും, വീണ്ടുമാണ് അത് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം ബാലൻസ് ചെയ്തിട്ടാണ് ഈ കപ്പലുകൾ ട്രാവൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷക്കാർ, മുക്കി എന്ന് പറയുന്ന പക്ഷക്കാർ പറയുന്നത് ഈ ഒരു കപ്പൽ ഇങ്ങനെ ചരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് അത് മറിഞ്ഞ് കടലിലേക്ക് പോവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന കാരണങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ക്രൂവിനെ അവർ വിടുകയും തീർച്ചയായിട്ടും ഒരു അതിൻ്റെ ആ ഒരു കപ്പിത്താനും അതിൻ്റെ അസിസ്റ്റൻറ്റ് കപ്പിത്താനും കൂടെ അവിടെ നിൽക്കുകയും അവർ ബാക്കിയുള്ള ഹള്ളുകളിലേക്ക് വെള്ളം കയറ്റി കപ്പലിനെ താരതമ്യേന മുക്കുകയും ഈ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ താഴേക്ക് പതിക്കാനിടയാക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നൊരു വാദം. എങ്കിൽ പോലും നമുക്ക് അതിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചിന്തിക്കാം. കാരണം ഓക്കെ, നമുക്ക് അങ്ങനെ അപകടം പറ്റി കാണും, അല്ലെങ്കിൽ ഇങ്ങനെ തീരത്തിൽ അപകടം പറ്റിയതായിരിക്കാം എന്ന് ചിന്തിക്കുന്നു. എങ്കിൽ പോലും ഇങ്ങനെ ഒരു പുതിയ കപ്പൽ ഇവിടെ വന്ന് തീ പിടിക്കുമ്പോൾ അതിലെന്തെങ്കിലും ദുരൂഹതയില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു മാസത്തിനുള്ളിൽ തന്നെ 2 അപകടങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒന്നുകിൽ നമ്മുടെ പോർട്ടിന് ഒരു രാശിയില്ല, അല്ലെങ്കിൽ ഈ ഒരു പോർട്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനോ നമ്മുടെ ചരക്ക് ഗതാഗതത്തെ ഒന്ന് തടയിടുവാനോ വേണ്ടി ചില കമ്പനികളൊക്കെ ശ്രമിക്കുന്നതോ അല്ലെ ചില രാജ്യങ്ങളൊക്കെ ശ്രമിക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ടെക്നിക്കൽ സൈഡിൽ നിന്ന് പ്രശ്നം വന്നിട്ട് ഏകദേശം രണ്ടും ഒരേ നോട്ടിക്കൽ മൈൽ അകലെ തന്നെയാണ് കരയിൽ നിന്ന് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളതിൻ്റെ പിന്നാമ്പുറം തിരഞ്ഞു പോകുമ്പോഴേക്കും ഒരു കപ്പൽ വന്നു കിടക്കുന്നത് നമ്മുടെ ആലപ്പുഴയ്ക്കും കൊച്ചിക്കും ഇടയിലായിട്ടുള്ള സ്ഥലത്താണ്. അതായത് ഇന്ത്യയുടെ ആ ഒരു വലിയ നാവികസേനയുടെ, അതായത് കൊച്ചി നാവികസേനയുടെ ആസ്ഥാനത്തിനടുത്തുള്ള ആ ഒരു പാത്വേയുടെയൊക്കെ അടുത്താണ് ഏകദേശം ഈ ഒരു കപ്പൽ മുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കപ്പൽ വന്ന് മുങ്ങിയിരിക്കുന്നത് ഏഴിമല നാവികസേനയുടെ ഏകദേശം അടുത്താണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കരദൂരം നോക്കുമ്പോൾ 38 കിലോമീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കടലിൽ നിന്ന് വലിയ ഒരു ദൂരം പറയാനുള്ളതില്ല, എങ്കിൽ പോലും ഒരു 50 കിലോമീറ്ററിനുള്ളിലാണ് രണ്ടാമത്തെ കപ്പലിൽ ഇങ്ങനെ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം കിട്ടുന്ന റിപ്പോർട്ട് വെച്ചിട്ടും പറയുന്നത് ചിലപ്പോൾ ആ കപ്പൽ മുങ്ങിപ്പോയേക്കാം, അതിൽ നിന്ന് കുറേ കണ്ടെയ്നറുകൾ താഴേക്ക് വീണിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശരിക്കും നമുക്ക് ഭീതിജനകമായിട്ടുള്ള കാര്യമാണ് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. ഒന്ന്, തുടരെ 2 കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. 2, ഈ 2 കപ്പലുകളും പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കപ്പലുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടെയ്നർ മുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ കണ്ടെയ്നറിനുള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് സംശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്കാവുന്ന ഡേഞ്ചർ ഗുഡ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, അത് അവർ പറയുന്നുണ്ട്. എങ്കിൽ പോലും എൻ്റെ ഒരു സംശയം, ഇവർ കറക്റ്റായിട്ടുള്ള ഡേറ്റയാണോ തരുന്നത്? ഇപ്പോൾ ഒരു കണ്ടെയ്നറിലുള്ളത് എന്താണ്, ചിലപ്പോൾ ആയുധങ്ങളാണോ എന്നുള്ളത് അവർ റിവീൽ ചെയ്യാത്തടത്തോളം നമുക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇത് കയറ്റി അയക്കുന്ന ആൾക്കാർ കപ്പൽ ഉടമസ്ഥന് കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ട് അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ ഇത് കയറ്റി വിടുന്നവന് മാത്രം അറിയാം ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഇവരിത് മുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാം. കാരണം തുടരെ 2 അപകടങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ 2 അപകടങ്ങളും ഏകദേശം സമാനമായിട്ട് വരുന്നു. അങ്ങനെ സമാനമായിട്ട് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിലൊരു വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ കേട്ടൊരു വാർത്തയുണ്ട്, ഹമ്പൻതോട്ട, അതായത് ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട എന്ന് പറയുന്ന തുറമുഖത്ത് ചൈനീസ് ഒരു കപ്പൽ വന്ന് തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മളൊരു 6 മാസത്തിന് മുമ്പ് കേട്ടിട്ടുള്ളൊരു വാർത്തയായിരുന്നു. അപ്പോൾ ആ വാർത്തയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു നേവിയുടെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അവരവിടെ വന്ന് കിടക്കുന്നതെന്നും ഇന്ത്യയുടെ രഹസ്യമായ സിഗ്നലുകളൊക്കെ ചോർത്താൻ വേണ്ടിയിട്ടാണ് അതവിടെ വന്ന് കിടക്കുന്നതെന്നും ഇന്ത്യ അതിനുള്ള പ്രതിവിധികളൊക്കെ തേടി മറ്റു സ്ഥലങ്ങളിലേക്കുമൊക്കെ അതിന് ചുറ്റും ഒക്കെ അങ്ങനെയുള്ള പ്രതിരോധ വലയങ്ങളൊക്കെ തീർക്കാനും ഒക്കെ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ തീർച്ചയായിട്ടും വളരെ മോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വളരെ വലിയൊരു പ്രതിരോധം തന്നെയാണ് നമ്മൾ തീർക്കുന്നത്. കാരണം നമുക്ക് ഡിഫൻഡിൽ നമുക്കിപ്പം ഏകദേശം നല്ല റേഞ്ച് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ തീർച്ചയായിട്ടും മനസ്സിലായി. ജിയോ പൊളിറ്റിക്സ് ആകെപ്പാടെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് ഒന്നിനൊന്ന് ദിവസം മാറിക്കൊണ്ടിരിക്കുന്നു. ശത്രുവാര് ബന്ധുവാര് എന്നുള്ളതൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആരാരെ ഒറ്റി, ആരാരെ ചതിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അത് വേവലാതി കൂട്ടുന്നതാണ്. ഇതിൽ മാരകമായിട്ടുള്ള വിഷങ്ങളുണ്ടോ, ഇതിൽ മാരകമായിട്ടുള്ള വൈറസുകളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാം. അതായത് കേരളത്തിലുള്ളവരെല്ലാം എന്ന് പറയുമ്പോഴേക്കും ഈ മത്സ്യസമ്പത്തും കാര്യങ്ങളുമൊക്കെ സ്പ്രെഡായി പോകുന്നത് മലയോര മേഖലകളിലും അവിടെ എല്ലായിടത്തും ചെല്ലുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു ജനതയെ മൊത്തം അവർക്ക് തളർത്തിയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജനതയെ മൊത്തം അവർക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയും എന്നുള്ളതാണ് ഞാനിതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാരക വിഷയങ്ങളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ ഇവർ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കപ്പൽ നശിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ആ കപ്പലിൻ്റെ മുഴുവൻ എമൗണ്ടും അവർക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള സ്കീമിൽ അവർക്ക് മുഴുവൻ കിട്ടും, കണ്ടെയ്നറിൽ വരുന്ന ഗുഡ്സിനും കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കപ്പൽ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം കൊണ്ട് നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കപ്പൽശാലകളിൽ ഇടുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം INS വിക്രാന്തും ഒക്കെ നമ്മുടെ കൊച്ചി തീരത്ത് കിടക്കുന്ന പടക്കപ്പലുകളാണ്, അത് നമ്മുടെ യുദ്ധക്കപ്പലുകളാണ്. അപ്പോൾ INS വിക്രാന്തുകളൊക്കെ പോകാൻ പോലും പാകത്തിന് ഉള്ള വഴിയിലോട്ടായിരുന്നു ആലപ്പുഴയിലുണ്ടായ, അല്ലെങ്കിൽ എൽസ എന്ന് പറയുന്ന ആ ഒരു കപ്പൽ, MSC എൽസ എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയത്. അപ്പോൾ കുറച്ചുകൂടെ നീങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കപ്പൽ നീങ്ങി വന്നാൽ പോലും നമുക്കത് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്നൊരു സംഭവമല്ല. യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ INS വിക്രാന്തിൻ്റെ ഒക്കെ റോള് ഭയങ്കരമാണ്. അപ്പോൾ അതിനൊന്നും മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ടേ സംശയിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം കൂടെ ആയിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ കണ്ടെയ്നറുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു മലേഷ്യൻ വിമാനത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ് വരുന്നത്. അതായത് അങ്ങനെയുള്ള രഹസ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈ ഒരു കണ്ടെയ്നറുകളിൽ അവർ നിക്ഷേപിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ, അല്ലെങ്കിൽ നമ്മുടെ കപ്പലുകളുടെയൊക്കെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നീക്കങ്ങളൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ആ ഒരു യുദ്ധം നടന്ന സമയത്ത് ഒരു മലയാളി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ INS വിക്രാന്ത് ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. കാരണം മറ്റ് രാജ്യങ്ങൾക്ക് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർ പോലും വളരെ വിജിലൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഡേറ്റകൾ, അതായത് നമ്മുടെ കപ്പലുകളിൽ നിന്ന് പോകുന്നതും നമ്മുടെ മുങ്ങിക്കപ്പലുകളുടേതായിട്ടുള്ള ഡേറ്റകൾ ഒക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാവാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇങ്ങനെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് ഇങ്ങനെ കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 1-2 കണ്ടെയ്നറുകളിൽ മാത്രം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ട് താഴേക്ക് ഇട്ടാൽ പോലും ബാക്കി കണ്ടെയ്നറുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ തടിയാണ്, ഇതിനകത്ത് തേങ്ങയാണ്, ഇതിനകത്ത് വേണ്ട പഞ്ഞിയാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തള്ളിക്കളയുമെന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും രഹസ്യാന്വേഷണ ഏജൻസികളും തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വലിയ ഒരു അന്വേഷണം ഉണ്ടാക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയായിട്ട് വളരുന്നതിൽ
തീർച്ചയായിട്ടും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതെന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾക്ക് പോലും വ്യക്തമായ അസൂയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ തൊട്ടിട്ട്. കാരണം നമ്മുടെ ആയുധങ്ങൾക്ക് അത്രമാത്രം ഡിമാൻഡ് വന്നു, ഇന്ത്യയുടെ നിലപാടിന് അത്രമാത്രം ഡിമാൻഡ് വന്നു, ഓരോ ഇന്ത്യക്കാരനും അത്രമാത്രം ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കൊണ്ടുവരാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. നമുക്ക് നഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കണക്കുകൾ പലരും ചോദിച്ച് നടക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്നതോ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യമല്ല. നമ്മളതിൽ മേൽക്കോയ്മ നേടി നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള അന്തസ്സ് അല്ലെങ്കിൽ യശസ് ഉയർത്തി കാണിക്കാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് പറയാൻ പറ്റുന്നത്. അത് കര, നാവിക, വ്യോമസേനകളെല്ലാം ഒരുപോലെ നിന്നു. നാവികസേനയ്ക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, അവർക്ക് അടിക്കേണ്ടി വന്നിട്ടില്ല. ബാക്കപ്പ് കൊടുത്തത് തീർച്ചയായിട്ടും ആർമി ആണെങ്കിലും അടിച്ചത് മുഴുവൻ വ്യോമസേനയാണ് എന്നുള്ളതാണ്, എയർഫോഴ്സ് ആണെന്നുള്ളതാണ് സത്യം. എങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള ബാക്കപ്പ് കൊടുത്തവർ രണ്ടും നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആ ഒരു പവർ എന്ന് പറയുന്നത് നാവികസേനയാണ്. അതായത് നാവികസേനയുടെ ഉദ്യോഗസ്ഥൻ വന്ന് വളരെ ദേഷ്യത്തിലാണ് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ, അതായത് ഞങ്ങളെ ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ള രീതി. അപ്പോഴത്തേക്കും യുദ്ധം തീർന്നു പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തോടെ അവരുടെയും കൂടെ പവർ എടുത്തിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ചാരം മാത്രമായിട്ട് മാറിപ്പോയേനെ. അത്രയ്ക്കൊരു വലിയ ക്രൂരതയിലേക്കൊന്നും നമ്മൾ കടന്നില്ല. അപ്പം നേവിക്ക് അതൊരു വലിയ രീതിയിലുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് വളരെ സുസജ്ജമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്തുണ്ട്. കപ്പലുകളാണ്, യുദ്ധക്കപ്പലുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നിരീക്ഷിക്കാനും അതിനെയൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനുമുള്ള മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ചൈനയുടെ, പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ചില രാജ്യങ്ങളുടെയും ഒക്കെ ചിന്താഗതികളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ട്രംപിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയചകിതമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ വളർച്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഉൾപ്പെടുന്ന ആ ഒരു ആൾക്കാർ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ഭയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ കേരളത്തിൻ്റെ തീരത്തെ അവർ പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും പുതിയ പോർട്ട് വരുമ്പോഴേക്കും നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവുമെന്നും നമ്മുടെ രാജ്യം ഡെവലപ്പ് ആവുമെന്നും കണ്ടിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാവാം ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ തുടരെ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ആ ഒരു രാശി അല്ലെങ്കിൽ നിങ്ങളങ്ങോട്ട് പോകരുത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുള്ള സ്ഥലമാണെന്ന് വരുത്തി തീർക്കാനും അങ്ങനെയുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനുമായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ നിരീക്ഷണ വസ്തുക്കളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് കയറ്റിയിടാൻ, ഇങ്ങനെ സുരക്ഷിതമായിട്ട് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അതുവഴി വിവരങ്ങൾ ചോർത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളായിരിക്കാം. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അപകടങ്ങളായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയ രാജ്യമായിട്ടുള്ള യുക്രൈൻ പോലും ചെയ്തത് മറ്റ് രാജ്യത്തേക്ക് കടന്നു കയറിയിട്ട് അവരുടെ രാജ്യത്ത് ചെന്നിട്ടാണ് റഷ്യ ആക്രമിച്ചത്. നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടാവും. ഡ്രോൺ വഴി റഷ്യയെ ആക്രമിച്ചൊരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടാവും. അത് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തേക്ക് കയറി ചെന്ന ലോറികളിൽ, അതായത് ലോറികളിൽ ഡ്രോണുകൾ കയറ്റി വിട്ടിട്ട് റഷ്യയിൽ ചെന്നിട്ട് അതിൻ്റെ റൂഫ് മാറുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഡ്രോൺ പറന്ന് പോയിട്ട് റഷ്യയുടെ വ്യോമത്താവളങ്ങളിൽ വീഴുകയും അവിടെ ആക്രമണം അയച്ചുവിടുകയും ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അതിർത്തിക്കുള്ളിലേക്ക് കടന്ന് കിടന്നിട്ടാവണം അവർ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ അതിനാവാം ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 157 കണ്ടെയ്നറുകളിലാണ് ഡേഞ്ചറായിട്ടുള്ള ഗുഡ്സ് ഉണ്ടെന്ന് ഇപ്പോൾ പറയപ്പെടുന്നത്. എൻ്റെ മനസ്സ് പറയുന്നു ഈ കപ്പൽ മിക്കവാറും നാളെ ഒരു ദിവസം കൊണ്ട് തീർച്ചയായിട്ടും മറിയാനോ മുങ്ങാനോ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തീ അണയ്ക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കപ്പൽ നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ കണ്ടെയ്നറുകൾ പോയതിൻ്റെ വെയിറ്റ് ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ വരും. കടലിൽ തിര കൂടി അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലവർഷം ഒന്നുകൂടി ഒന്ന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ കപ്പലും തീർച്ചയായിട്ടും മറിയാനുള്ള ആ ഒരു സാധ്യത നമുക്ക് മുമ്പിൽ കാണാവുന്നതാണ്. അല്ലെങ്കിൽ മറിക്കാനുള്ള സാധ്യത നമുക്ക് മുമ്പിൽ കാണാവുന്നതാണ്. നമ്മളെല്ലാം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കപ്പൽ നിയന്ത്രണ വിധേയമായിട്ടല്ല പോകുന്നതെങ്കിലും ഇതിൽ അതിൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കാണാനുള്ള സാധ്യത ഉണ്ട്. അവർ കപ്പലിനെ അബാൻഡൺ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിൽ മേജർ റോള് കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ നമുക്ക് അറസ്റ്റ് ചെയ്യാനോ പിടിച്ചു വെക്കാനോ ഉള്ള ആ ഒരു റൈറ്റോ അധികാരമോ ഒന്നും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ക്രൈമായിട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇതൊരു കപ്പൽ അപകടം എന്നുള്ളതിനേക്കാളും മുകളിലേക്കൊന്നും പോകില്ല. എങ്കിൽ പോലും തന്ത്രപ്രധാനമായിട്ടുള്ള നമ്മുടെ ഡേറ്റകൾ ചോർത്താനൊക്കെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണോ എന്ന് നമ്മൾക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും പേടിക്കേണ്ടിയിരിക്കുന്നു. കപ്പലിൽ നിന്ന് ചോരുന്ന ആ ഒരു ഇന്ധനം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രീസ്, വേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് കടലിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള സ്ഥിതിയെ നിലവിൽ
പ്രശ്നമുണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കണ്ടറിയാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും 1-2 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ഈ ഡേറ്റ എടുത്താൽ പോലും അത് വെച്ചിട്ട് നമ്മളോട് ഫൈറ്റ് ചെയ്യാനും അത് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും തുടങ്ങുക. പെട്ടെന്ന് നാളെ ഡേറ്റ കിട്ടിയാൽ പോലും മറ്റന്നാൾ രാവിലെ അവർ ചെയ്യുന്ന പരിപാടിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കാത്തിരുന്ന് തന്നെ അറിയണം ഇതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 കപ്പൽ അടിക്കടി വന്ന് മറിയുന്നത്, അല്ലെങ്കിൽ മുങ്ങുന്നത്, അല്ലെങ്കിൽ കത്തിയാൻ വരുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അസസ്മെൻറ്റ് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ഒരു വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, അടുത്തൊരു വിഷയമായിട്ട് കാണുന്നവരെ, നമസ്കാരം.